ഹലോ. ഹായ്. നിങ്ങൾക്ക് ഒരു ദിവസം വേണ്ട ഫുൾ പ്രോട്ടീൻ, അതായത് ഏകദേശം ഒരു 40-45 ഗ്രാം പ്രോട്ടീൻ ഒരൊറ്റ സ്മൂത്തി കഴിച്ചാൽ കിട്ടുന്നുണ്ടെങ്കിൽ അത് അടിപൊളിയല്ലേ? അങ്ങനെ ഒരു സ്മൂത്തി ഉണ്ടാക്കി നോക്കിയാലോ? ഉണ്ടാക്കാലോ. അപ്പോൾ നമുക്ക് ഉണ്ടാക്കി നോക്കാം. തടി കുറയ്ക്കാൻ വേണ്ടി ഡയറ്റ് ചെയ്യുന്നവരാവട്ടെ, അല്ലെങ്കിൽ ഷുഗർ കുറയ്ക്കാൻ വേണ്ടി ഡയബറ്റിക് ഡയറ്റ് ചെയ്യുന്നവരാവട്ടെ, ഇനി അതല്ല മസിൽ വെപ്പിക്കാൻ വേണ്ടി ജിമ്മിൽ പോകുന്ന ചെറുപ്പക്കാരാവട്ടെ, അതിനേക്കാളൊക്കെ ഉപരി 40 വയസ്സ് കഴിഞ്ഞ സ്ത്രീകളാവട്ടെ, ഇവരുടെയൊക്കെ ഡയറ്റിൽ നിർബന്ധമായി ഉണ്ടായിരിക്കേണ്ട ഒരാൾ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനൊരൊറ്റ ഉത്തരമേ ഉള്ളൂ: പ്രോട്ടീൻ. ഇന്നത്തെ ഏതൊരു ഡയറ്റ്, അത് വെയിറ്റ് റിഡക്ഷൻ ഡയറ്റ് ആവട്ടെ, ഡയബറ്റിക് ഡയറ്റ് ആവട്ടെ, ഇതിലെല്ലാം ഒറ്റ അടിസ്ഥാന തത്വം ഒന്നാണ്. എന്താണത്? കാർബോഹൈഡ്രേറ്റ് മാക്സിമം കുറയ്ക്കുക, പ്രോട്ടീനിൻ്റെ അളവ് മാക്സിമം കൂട്ടുക. അപ്പോൾ നമ്മൾ ഒരു ദിവസം നമ്മുടെ ഭക്ഷണത്തിൽ എത്ര പ്രോട്ടീൻ കഴിക്കണം, ഇത് നമ്മൾ കഴിക്കുന്നുണ്ടോ? ഇത് ആരൊക്കെ നോക്കിയിട്ടുണ്ട്? നമ്മുടെ ഒരു ദിവസത്തെ ഡയറ്റിൽ ഉൾപ്പെടുത്തേണ്ട പ്രോട്ടീൻ്റെ അളവ് നിങ്ങളുടെ ശരീരഭാരത്തെ അനുസരിച്ചിട്ടാണ് ഇരിക്കുന്നത്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, എൻ്റെ ശരീരഭാരം 55 കിലോ ആണ്. ഇപ്പോൾ ഓരോ കിലോഗ്രാം ശരീരഭാരത്തിനും 0.8 ഗ്രാം വെച്ച് നിങ്ങൾ പ്രോട്ടീൻ കഴിക്കണം. അതായത് 0.8 ഗ്രാം പെർ കിലോഗ്രാം. ഇപ്പം ഞാൻ എത്ര പ്രോട്ടീൻ കഴിക്കണം അങ്ങനെയാണെങ്കിൽ? 0.8 × 55, അപ്പോൾ 44 ഗ്രാം. ഇത് മിനിമം കഴിക്കേണ്ട പ്രോട്ടീൻ്റെ അളവാണ്. എന്നാൽ നിങ്ങൾ ഓരോരുത്തരും ഓരോ ദിവസം കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ പ്രോട്ടീൻ്റെ അളവ് ഒന്ന് എടുത്ത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതിൻ്റെ പകുതി പോലും ആവുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാവും. സോ എന്താ ചെയ്യേണ്ടത്? നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ മാക്സിമം പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തുക. പക്ഷേ ഭക്ഷണം എന്ന് പറയുമ്പോൾ അത് സ്വാദിഷ്ടം കൂടി ആവണം, അല്ലേ? അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എങ്കിലാണ് കുട്ടികളൊക്കെ കഴിക്കൂ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഒരൊറ്റ ഡ്രിങ്ക്, ഒരൊറ്റ സ്മൂത്തി, നിങ്ങൾക്ക് ഒരു ദിവസം വേണ്ട പ്രോട്ടീൻ മുഴുവൻ നിങ്ങൾക്ക് തരാൻ ഉതകുന്ന അങ്ങനെയുള്ള സംഗതികൾ വെച്ചുണ്ടാക്കുന്ന ഒരു സ്മൂത്തി. ഇത് നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും കൊടുക്കാം. കുട്ടികൾക്ക് കൊടുക്കാം, വലിയ ആളുകൾക്ക് കൊടുക്കാം. ഇപ്പോൾ ഈ പറയുന്ന നിങ്ങളുടെ വീട്ടിൽ ജിമ്മിൽ പോകുന്ന ചെറുപ്പക്കാരുണ്ടെങ്കിൽ കഴിക്കാം. 40 വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾ നിർബന്ധമായും കഴിച്ചിരിക്കണം. എന്നാൽ ഒരു വിഭാഗത്തെ ഞാൻ ഇതിൽ നിന്ന് മാറ്റി നിർത്തുകയാണ്. പ്രോട്ടീൻ റെസ്ട്രിക്ഷൻ പറഞ്ഞ ആളുകൾ ഉണ്ടായിരിക്കും. അതായത് ഇപ്പോൾ വൃക്ക രോഗികൾ, ക്രോണിക് കിഡ്നി ഡിസീസ് ഉള്ള ഹിമോഡയാലിസിസ് ഒക്കെ പോകുന്ന ആളുകൾ, അവരോട് ഇത്ര പ്രോട്ടീൻ മാത്രമേ കഴിക്കാൻ പാടൂ എന്ന് നിർബന്ധമായിട്ട് ഡോക്ടേഴ്സ് പറഞ്ഞിട്ടുണ്ടാവും. അങ്ങനെയുള്ള ആളുകൾ ഇതിൽ നിന്ന് മാറി നിൽക്കുക. ബാക്കി കുഴപ്പങ്ങളൊന്നും ഇല്ലാത്ത ഹെൽത്ത് ഒക്കെ ഓക്കെ ആയിട്ടുള്ള ആളുകൾക്ക് ആർക്കും ഈ സ്മൂത്തി വീട്ടിൽ വെച്ച് ഉണ്ടാക്കി കഴിക്കാൻ പറ്റുന്നതാണ്. ഇതിൽ കുറേ ഇൻഗ്രീഡിയൻസ് ഉണ്ട്. എല്ലാം നിങ്ങൾ ഉപയോഗിക്കണം എന്നില്ല. ഇത് എൻ്റെ ഇഷ്ടപ്രകാരം എനിക്ക് വേണ്ടി തയ്യാറാക്കുന്ന ഒരു സ്മൂത്തിയാണ്. ഇതിൽ നിങ്ങൾക്ക് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ ആദ്യം ഇതിൻ്റെ ഇൻഗ്രീഡിയൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ്. ഇത്രയും ഇൻഗ്രീഡിയൻസ് കണ്ടിട്ട് ഒരു സ്മൂത്തി ഉണ്ടാക്കാൻ ഇത്രയും ഇൻഗ്രീഡിയൻസ് വേണമെന്ന് പേടിക്കേണ്ട. ഇത് ഓപ്ഷൻസ് ആണ്. ഇതിൽ നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം. ഞാൻ ഇതിൻ്റെ ഓരോന്നിൻ്റെയും പ്രോട്ടീൻ കണ്ടന്റ് ആദ്യം നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇതും ഞാൻ എല്ലാം കൂടി ഇടാൻ പോകുന്നില്ല. ഞാൻ ഇതിൽ നിന്ന് സെലക്ട് ചെയ്യും എനിക്ക് വേണ്ട സംഗതികൾ. അപ്പോൾ നമുക്കൊരു സ്മൂത്തി ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം വേണ്ടത് അതിനൊരു ബേസ് ആണ്. ഒരു ഫ്ലൂയിഡ് വേണമല്ലോ. ഞാൻ എടുത്തിരിക്കുന്നത് ഇതാ സ്കിംഡ് മിൽക്കാണ്. ലോ ഫാറ്റ് സ്കിംഡ് മിൽക്കാണ്. അപ്പോൾ മിൽക്ക് നമുക്ക് വേണ്ടത്ര, ചിലപ്പോൾ ഇതിലധികം വേണ്ടി വരും കേട്ടോ. ഇത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി മാത്രം എടുത്തതാണ്. മിൽക്ക് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് അവിടെ ഇരിക്കട്ടെ. ഇനി എന്തൊക്കെയാണ്? പഴങ്ങൾ എന്തായാലും വേണം, അല്ലേ? പഴങ്ങളെ നമ്മൾ പ്രധാനമായിട്ട് പ്രോട്ടീൻ കണ്ടന്റിന് വേണ്ടിയിട്ടല്ല, ഫൈബറിന് വേണ്ടിയിട്ടാണ്. ഫൈബറിനും വൈറ്റമിൻസും മിനറൽസിനും വേണ്ടിയിട്ടാണ് പ്രധാനപ്പെട്ടായിട്ട് പഴങ്ങൾ നമ്മൾ ആഡ് ചെയ്യുന്നത്. പിന്നെ ആ സ്മൂത്തിക്ക് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി വേണമല്ലോ, നമുക്ക് കുടിക്കാൻ പറ്റുന്ന ഒരു കൺസിസ്റ്റൻസി, ടേസ്റ്റ് വേണം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്ന പഴങ്ങൾ ഇതൊക്കെയാണ്. ഇതിൽ എന്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ആപ്പിള് നിങ്ങൾക്ക് ആഡ് ചെയ്യാവുന്ന നല്ലൊരു പഴമാണ്, നല്ല റോബസ്റ്റ പഴം. മറ്റേ പഴങ്ങളും ആഡ് ചെയ്യാം. ഇത് ബ്ലൂബെറിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബ്ലൂബെറി. അപ്പോൾ അതുകൊണ്ട് ബ്ലൂബെറി ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്കറിയാലോ സ്ട്രോബെറിയാണ്. അപ്പോൾ ഈ സ്ട്രോബെറി ബ്ലൂബെറി ഒക്കെ കുറച്ച് വില കൂടിയ പഴങ്ങളാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എടുത്താൽ മതി. നമുക്ക് വില കുറഞ്ഞ നമ്മുടെ സ്വന്തം വാഴപ്പഴം, വേണമെങ്കിൽ ആപ്പിൾ, ഇതെല്ലാം നിങ്ങൾക്ക് പഴത്തിൻ്റെ ഓപ്ഷൻസ് ആണ്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ഇടാം. ഇത് ഞാൻ വീണ്ടും പറയുന്നു, പ്രോട്ടീൻ കണ്ടന്റ് വെച്ചിട്ടല്ല. ഇത് നമുക്ക് നല്ല രീതിയിൽ ഫൈബർ കൂടി ഈ സ്മൂത്തിയിൽ തരുന്നുണ്ട്. ഇനിയാണ് നമ്മുടെ പ്രോട്ടീൻ ഹീറോസ് ആരൊക്കെയാണെന്നുള്ളത്. ഇത് നോക്കൂ, പീനട്ട് ബട്ടർ. കഴിഞ്ഞ തവണത്തെ വീഡിയോയിൽ ഞാൻ പീനട്ട് ബട്ടറിൻ്റെ ഗുണങ്ങളെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതെങ്കിലും പീനട്ട് ബട്ടർ നോക്കി വാങ്ങരുത്. നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന പീനട്ട് ബട്ടർ പലതും പാം ഓയിലും അങ്ങനെയുള്ള വളരെ മോശം കണ്ടന്റുകൾ വെച്ചുണ്ടാക്കുന്നതാണ്. വില കുറഞ്ഞ് നിങ്ങൾ വാങ്ങുന്ന പീനട്ട് ബട്ടറിൻ്റെ ഈ പിന്നിലുള്ള ഇൻഗ്രീഡിയൻസ് എന്താണെന്നുള്ളത് കൂടി ഒന്ന് വായിച്ചു നോക്കണം. അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുക അതിൽ പീനട്ട് അല്ലാതെ ബാക്കി എല്ലാ വൃത്തികെട്ട സാധനങ്ങളും ഉണ്ട് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ചുകൂടി നല്ലൊരു പീനട്ട് ബട്ടറാണ് വാങ്ങുന്നത്. അത് തന്നെ അൺസ്വീറ്റൻഡ് ആണ്. അതായത് ഷുഗർ ആഡ് ചെയ്യാത്ത അൺസ്വീറ്റൻഡ് ആയിട്ടുള്ള പീനട്ട് ബട്ടറാണ്. ഇതിൽ പാം ഓയിൽ ഒട്ടും തന്നെ ഇല്ല. വളരെ നല്ല ശുദ്ധമായിട്ടുള്ള പീനട്ട് വെച്ചിട്ടുണ്ടാക്കുന്ന നല്ല ക്വാളിറ്റി പീനട്ട് ബട്ടർ ഉപയോഗിക്കാൻ ശ്രമിക്കണം. ഈ പീനട്ട് ബട്ടർ ഒരു സ്കൂപ്പ് നിങ്ങൾ എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ നിന്ന് നിങ്ങൾക്ക് 8 ഗ്രാം പ്രോട്ടീനാണ് കിട്ടുന്നത്. നോക്കൂ, ഇതിൻ്റെ പ്രോട്ടീൻ കണ്ടന്റാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. അവർ കൃത്യമായിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട് എത്രയാണ് ഓരോ സ്കൂപ്പിലുള്ള പ്രോട്ടീൻ കണ്ടന്റ് എന്നുള്ളത്. അതൊക്കെ നോക്കണം. ഇത് ഹൈ പ്രോട്ടീൻ കണ്ടന്റ് ഉള്ള പീനട്ട് ബട്ടറാണ്. ഇതിൻ്റെ ഒരു സ്കൂപ്പിൽ നിന്ന് നിങ്ങൾക്ക് 8 ഗ്രാം പ്രോട്ടീൻ കിട്ടുന്നു. ഇത് ഓട്സ് ആണ്. ഓട്സിൽ തന്നെ പലതരം ഓട്സുകളുണ്ട്. നിങ്ങൾ സാധാരണ ക്വേക്കർ ഓട്സ്, ഹോർലിക്സിൻ്റെ ഓട്സ്. ഈ ഞാൻ വാങ്ങിയിരിക്കുന്നത്
ഹൈ പ്രോട്ടീൻ കണ്ടന്റ് ഉള്ള ഹൈ പ്രോട്ടീൻ ഓട്സ് ആണ്. അപ്പോൾ ഇത് വാങ്ങുന്നതിന്റെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ 100 ഗ്രാമിൽ 24 ഗ്രാം പ്രോട്ടീൻ ഉണ്ട്. അപ്പോൾ 100 ഗ്രാം ഒന്നും നമ്മൾ എടുക്കേണ്ട ആവശ്യമില്ല, 50 ഗ്രാം എടുത്താൽ മതി. 12.5 ഗ്രാം പ്രോട്ടീൻ ഇതിന്റെ 50 ഗ്രാമിൽ നിന്ന് കിട്ടുന്നു. അപ്പോൾ അതുകൊണ്ട് ഓട്സ് ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ സ്മൂത്തി തയ്യാറാക്കാൻ വേണ്ടി എടുക്കുന്ന ഓട്സ് ഹൈ പ്രോട്ടീൻ ഓട്സ് ആണെന്ന് ഉറപ്പുവരുത്തുക. നല്ല ക്വാളിറ്റി ഓട്സ് തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുക. അപ്പോൾ ഇതിന്റെ 50 ഗ്രാമിൽ നിന്ന് 12.5. അപ്പോൾ ഇത് രണ്ടും കൂടി ഇതിന്റെ ഒരു സ്പൂണും ഇതിന്റെ ഒരു സ്കൂപ്പ് 50 ഗ്രാമിന്റെ ഒരു സ്കൂപ്പ് രണ്ടും കൂടി എത്രയായി? 12.5 + 8 ഏകദേശം 20.5 ഗ്രാം പ്രോട്ടീൻ അവിടെ തന്നെയായി. എനിക്ക് വേണ്ടത് 44 ഗ്രാം പ്രോട്ടീൻ ആണ് അല്ലേ? അപ്പോൾ പകുതിയോളം അവിടെ തന്നെയായി. ഇനി ഞാൻ കുറച്ച് നട്ട്സ്, ഇത് നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സിൽ എല്ലാവരും കേട്ടതാണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടെ ഞാനിത് വെച്ചിരിക്കുന്നത് ഞാൻ ഉണ്ടാക്കുന്ന സ്മൂത്തിയിൽ ആഡ് ചെയ്യാനല്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങളിത് കുറിക്കുന്ന ആളുകളാണ്. ഇത് സ്മൂത്തി ആയിട്ടല്ല, ഇതൊക്കെ അല്ലാതെ വറുത്ത് കഴിക്കാനാണ് എനിക്കിഷ്ടം. അപ്പം അതുകൊണ്ട് ഞാൻ എൻ്റെ സ്മൂത്തിയിൽ ഇത് ആഡ് ചെയ്യാറില്ല. പക്ഷേ നിങ്ങൾക്ക് അത് ആഡ് ചെയ്യാം. ഇത് വളരെ നല്ലൊരു പ്രോട്ടീൻ കണ്ടന്റ് ഉള്ള സംഭവമാണ്. ഇതിൻ്റെ ഓരോന്നിൻ്റെയും പ്രോട്ടീൻ കണ്ടന്റ് ഞാൻ പറഞ്ഞുതരാം. ഇത് നട്ട്സ് ആൻഡ് സീഡ്സ് ആണ്, അതായത് നട്ട്സും സീഡ്സും. അപ്പോൾ നട്ട് ഇതിൽ ഏതൊക്കെയാണ്? ആൽമണ്ട് ഉണ്ട്, പിസ്തയുണ്ട്, വാൽനട്ട് ഉണ്ട്. അപ്പോൾ ഈ 3 നട്ടുകൾ, അതുപോലെ കാഷ്യൂ ഉണ്ട്. ഈ കാഷ്യൂ, ആൽമണ്ട്, പിസ്ത, വാൽനട്ട് ഇതെല്ലാം ഏകദേശം ഒരു ഔൺസ്, അതായത് 28 ഗ്രാം എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം 6 ഗ്രാം പ്രോട്ടീൻ കിട്ടും. അതായത് 28 ഗ്രാം ഏകദേശം ആൽമണ്ട് നമ്മൾ ഇതെടുത്തു, അല്ലെങ്കിൽ 28 ഗ്രാം കാഷ്യൂ എടുത്തു, 28 ഗ്രാം. അപ്പം നിങ്ങളിതിൻ്റെ ഓരോ 28 ഗ്രാമിലും 6 ഗ്രാമോളം പ്രോട്ടീൻ ഉണ്ട്. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ 28 ഗ്രാം ഇത് മാത്രം എടുക്കാം. അപ്പോൾ 6 ഗ്രാം കിട്ടും. ഇതും കാഷ്യൂനട്ട് 28 ഗ്രാം ഒന്നും ഒരു ദിവസം കഴിക്കരുത് കേട്ടോ, ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ഇത് ആഡ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഇപ്പം നിങ്ങൾ 10 ഗ്രാമേ ആഡ് ചെയ്യുന്നുള്ളൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് 2 ഗ്രാം പ്രോട്ടീൻ അതിൽ നിന്ന് കിട്ടും. ഇനി സീഡ്സ്. അപ്പോൾ ഇത് ഏതൊക്കെ സീഡാണ് ഞാൻ കാണിച്ചതാണ്? പംകിൻ സീഡ്, സൺഫ്ലവർ സീഡ്, ചിയ സീഡ്, അതുപോലെ തന്നെ നമ്മുടെ ഫ്ലാക്സ് സീഡിൻ്റെ പൊടി. ഈ പറയുന്ന എല്ലാ സീഡുകളും അടിപൊളി പ്രോട്ടീൻ കണ്ടന്റുകളാണ്. നിങ്ങൾക്കറിയാലോ, ഈ ചിയ സീഡ് നിങ്ങൾക്ക് വെറും 1 ഔൺസ് 30 ഗ്രാമിൽ നിന്ന് 5 ഗ്രാം പ്രോട്ടീൻ കിട്ടും കേട്ടോ. അപ്പം ഇത് ഞാൻ വെള്ളത്തിൽ വെച്ചിരിക്കുകയാണ്, ഇത് ഞാൻ ആഡ് ചെയ്യും. മനസ്സിലായോ? ഇത് ഏകദേശം 5 ഗ്രാം പ്രോട്ടീൻ നിങ്ങൾക്ക് തരുന്നുണ്ട്. ഇത് വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരിക്കുന്നതാണ്, ഈസി ആയിട്ട്. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ നമുക്ക് അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ചിയ സീഡ് 5 ഗ്രാം ഫ്രം 30 ഗ്രാം. ഇത് പംകിൻ സീഡ് ഭയങ്കരനാണ്, 8 to 9 ഗ്രാം ഫ്രം 30 ഗ്രാം. സൺഫ്ലവർ സീഡ് 6 ഗ്രാം ഫ്രം 13 ഗ്രാം. അതുപോലെ തന്നെ വേറേതാ സീഡ്? ഫ്ലാക്സ് സീഡ് 6 ഗ്രാം ഫ്രം 30 ഗ്രാം. മനസ്സിലായോ? 5 to 6 ഗ്രാം. സോ ഫ്ലാക്സ് സീഡ് പൊടിച്ചു വെച്ച പൊടിയുണ്ട്, ഇത് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. 30 ഗ്രാമിൽ നിന്ന് നിങ്ങൾക്ക് ഏകദേശം 5 to 6 ഗ്രാം കിട്ടും. ഇതിൽ നിന്ന് നിങ്ങൾക്ക് 5 to 6 ഗ്രാം കിട്ടും. ഇദ്ദേഹം പംകിൻ സീഡ് 8 മുതൽ 9 ഗ്രാം വരെ കിട്ടും 30 ഗ്രാമിൽ നിന്ന്. അപ്പോൾ ഇതിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഇത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഞാൻ ഇതൊന്നും ആഡ് ചെയ്യാൻ പോകുന്നില്ല, കാരണം ഞാൻ ഇത് വേറെ കഴിക്കാനാണ് ഇഷ്ടപ്പെടാറുള്ളത്. അത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കൃത്യമായിട്ട് പറഞ്ഞതാണ്. ഇനിയാണ് അവസാനത്തെ ആള്. ഇത് കണ്ടവർ, ഇത് ഞാൻ ആർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, വർക്കൗട്ട് ചെയ്യുന്ന സ്ത്രീകൾ, വർക്കൗട്ട് ചെയ്യുന്ന പുരുഷന്മാർ, ജിമ്മിൽ പോകുന്ന മസിൽ വെപ്പിക്കുന്ന നമ്മുടെ ജിമ്മന്മാർ, ഇവരൊക്കെ സാധാരണ രീതിയിൽ കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമാണ് പ്രോട്ടീൻ പൗഡർ. പ്രോട്ടീൻ പൗഡറിനെ പേടിച്ച് മാറ്റി നിർത്തേണ്ട ഒരു കാര്യമില്ല. പക്ഷേ വൃത്തിയായിട്ട് ഒരു ഡയറ്റീഷ്യന്റെ സഹായത്തോടു കൂടി മാത്രം, വെറുതെ നിങ്ങളുടെ ജിമ്മിലെ ട്രെയിനർ പറഞ്ഞു എന്ന് പറഞ്ഞ് കണ്ട പ്രോട്ടീൻ പൗഡർ വാങ്ങി കഴിക്കരുത്. ഡയറ്റീഷ്യന്റെ കൺസൾട്ട് ചെയ്തിട്ട് നിങ്ങളുടെ ശരീരത്തിന് പറ്റുന്ന പ്രോട്ടീൻ പൗഡർ ഏതാണെന്ന് തിരഞ്ഞെടുക്കുക. നല്ല കമ്പനി. ഞാൻ ഉപയോഗിക്കുന്നത് ഒപ്റ്റിമം ന്യൂട്രീഷന്റെ പ്രോട്ടീൻ പൗഡറാണ്. ഇത് വേ ഐസൊലേറ്റ് ആണ്, വേ ഐസൊലേറ്റ് പൗഡറാണ്. ഇതിൻ്റെ ഒരു സ്കൂപ്പ്, ഇതിൻ്റെ ഉള്ളിൽ ഒരു സ്കൂപ്പ് ഉണ്ട്. ആ ഒരു സ്കൂപ്പിൽ നിന്ന് 24 ഗ്രാം പ്രോട്ടീൻ കിട്ടും. ഒരൊറ്റ സ്കൂപ്പ് ഒരു ദിവസം 24 ഗ്രാം പ്രോട്ടീൻ തരും. അപ്പം ഞാൻ സാധാരണ രീതിയിൽ ഇതിലൊരു സ്കൂപ്പ് ആഡ് ചെയ്യും. അപ്പം എന്തായി? എനിക്ക് വേറെ ഒന്നും വേണ്ട. ഇത് തന്നെ ഞാൻ പറഞ്ഞില്ലേ, ഇത് തന്നെ ഏകദേശം 20 ഗ്രാമായി. ഇതിൻ്റെ ഒരു സ്കൂപ്പിൽ നിന്ന് 24 ഗ്രാമായി. എത്രയായി? ടോട്ടൽ 44 അല്ലേ? അപ്പോൾ ഈ പാലിൽ നിന്നൊക്കെ കിട്ടുന്നത് എക്സ്ട്രയാണ്. അപ്പോൾ എന്നെ സംബന്ധിച്ചിട്ട് ഞാൻ എൻ്റെ സ്മൂത്തിയിൽ ഇടാൻ പോകുന്നത് ഒരു സ്കൂപ്പ് വേ പ്രോട്ടീൻ, പിൻറ്റോലയുടെ ഒരു സ്പൂണ്, ഇത് 24, ഇത് ഒരു സ്പൂണിൽ നിന്ന് 8, ഇതിൻ്റെ ഒരു 50 ഗ്രാം 12, അപ്പം തന്നെ 44 പ്ലസ് പാല്. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ഫ്രൂട്ട്സുകൾ ഞാൻ ഇന്ന് ആഡ് ചെയ്യാനെന്ന് ഉദ്ദേശിക്കുന്നത് സ്ട്രോബെറിയും അതുപോലെ തന്നെ പഴമാണ്. പിന്നെ ഈ ചിയ സീഡും ഞാൻ ജസ്റ്റ് ആഡ് ചെയ്യുന്നുണ്ട്. ഒരു 5 ഗ്രാം പ്രോട്ടീൻ എക്സ്ട്രാ കിടക്കട്ടെ അല്ലേ? അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇൻഗ്രീഡിയൻസ്. അപ്പം ഞാൻ ഇതൊന്നും ഞാൻ ഇന്ന് എടുക്കുന്നില്ല. ഇത് ഞാൻ പറഞ്ഞു തന്നത് നിങ്ങളുടെ ഇഷ്ടത്തിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾ ഇത് ഉപയോഗിക്കണം, പ്രോട്ടീൻ പൗഡർ ഉപയോഗിക്കണം എന്ന് ഒരു നിർബന്ധവും ഇല്ല. ഞാൻ പിന്നെയും പറയുന്നു, ഡോക്ടറുടെയും ഡയറ്റീഷ്യൻ്റെയും അഡ്വൈസ് എടുക്കാതെ ഒരിക്കലും പ്രോട്ടീൻ പൗഡർ ഉപയോഗിക്കരുത്. ഇത് ആവശ്യമുള്ളവർ മാത്രം ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ അറിവിലേക്കായി ഞാൻ പറഞ്ഞു തരുന്നതാണ്. ഞാൻ പ്രോട്ടീൻ പൗഡർ എടുക്കുന്ന ഒരാളാണ്, അതുകൊണ്ട് മാത്രം പറഞ്ഞു തരുന്നു. ഇത് എടുക്കേണ്ട താല്പര്യമില്ലാത്തവർക്ക് ഇതിൻ്റെ അത്ര തന്നെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ പറയുന്ന നട്ട്സ് ആൻഡ് സീഡ്സിൻ്റെ ഓപ്ഷൻ കൂടി ഞാനിവിടെ വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്കിനി പെട്ടെന്ന് തന്നെ ആ സ്മൂത്തി അങ്ങ് ഉണ്ടാക്കുന്നത് കാണാം. ഓക്കെ, അപ്പോൾ നമ്മൾ അടുക്കളയിലെത്തി.
എൻ്റെ ബ്ലെൻഡർ ഒന്നുമില്ല, നമ്മുടെ സുജാത മിക്സിയുടെ ജ്യൂസറാണ്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ എന്തൊക്കെയാണ് ആഡ് ചെയ്യുന്നത്? പാല്, വെള്ളം കൂടുതൽ വേണമെങ്കിൽ പിന്നെ ആഡ് ചെയ്യാം. ഇനി അടുത്തത് ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ചിയ സീഡ്സ് ആഡ് ചെയ്യുന്നുണ്ട്. സോ ചിയ സീഡ്സ് ആഡ് ചെയ്തു. ഇനി ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് പഴം, ഒരു അരപ്പഴം എടുത്തിരിക്കുന്നത് കേട്ടോ. പിന്നെ ഒരു 3-4 സ്ട്രോബെറി, ഒരു 5-6 ബ്ലൂബെറി. അപ്പോൾ അത് കഴിഞ്ഞു. ഇനി ഞാൻ ഇത് എടുക്കുന്നില്ല എന്നുള്ളത് ഓൾറെഡി നിങ്ങളോട് പറഞ്ഞു. ഇനി ഇതെടുക്കാൻ താല്പര്യമുള്ളവർ, അതായത് പ്രോട്ടീൻ പൗഡർ ഉപയോഗിക്കാതെ ഇതെടുക്കാൻ താല്പര്യമുള്ളവർ ഇത് കുറച്ച് നേരം, ഒരു 3-4 മണിക്കൂർ വെള്ളത്തിലിട്ട് വെക്കണം. എങ്കിൽ മാത്രമേ നമുക്ക് പെട്ടെന്ന് അത് അരഞ്ഞ് സ്മൂത്തി ആയിട്ട് കിട്ടുകയുള്ളൂ. കാരണം ഇതൊക്കെ നല്ല കട്ടിയുള്ള സാധനങ്ങളല്ലേ. അപ്പോൾ ഇത് ഏത് ഉപയോഗിക്കുന്ന ആളുകളും ഇത് വെള്ളത്തിലിട്ട് ഒന്ന് കുതിർത്തിട്ട് ഇതിലേക്ക് ആഡ് ചെയ്യുക. ഞാനിപ്പോൾ എന്തായാലും അത് എടുക്കുന്നില്ല, മാറ്റി വെക്കുന്നു. ഇനിയാണ് നമ്മുടെ മെയിൻ ആൾക്കാരെ ആഡ് ചെയ്യുന്നത്. ഏതാ ഞാൻ പറഞ്ഞല്ലോ, 8 ഗ്രാം പ്രോട്ടീൻ തരുന്ന നമ്മുടെ പീനട്ട് ബട്ടർ ഒരു ടീസ്പൂൺ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുകയാണ്. ഓക്കെ. ഓ എന്താണ് ഭയങ്കര ക്രീമിയാണ് കേട്ടോ. ഇനി അടുത്തത് ഇതിൽ നിന്ന് ഒരു സ്കൂപ്പാണ് ആഡ് ചെയ്യുന്നത്. 24 ഗ്രാം പ്രോട്ടീൻ കിട്ടുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഞാനിപ്പോൾ ഒരു സ്കൂപ്പ് ഫുൾ എടുക്കുന്നില്ല, ഏകദേശം ഒരു 60% മാത്രമേ എടുക്കുന്നുള്ളൂ. ഓവറാക്കണ്ട വിചാരിച്ചിട്ടാണ്. നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് ആഡ് ചെയ്യാം. ഞാൻ അതിൻ്റെ ഓരോന്നിനെയും കണ്ടന്റ് പറഞ്ഞു തന്നല്ലോ. ഇതാ അടുത്തത് നമ്മുടെ 50 ഗ്രാം ഓട്സ് ആണ്, ഹൈ പ്രോട്ടീൻ ഓട്സും ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വേണ്ട ആളുകൾ എല്ലാമായി. ഇനി നമുക്ക് ഇതിനെ ഒന്ന് കറക്കിയെടുക്കാം. അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇത് നോക്കി. ആഹാ. അപ്പോൾ നമ്മുടെ ഹൈ പ്രോട്ടീൻ ഹെൽത്തി ന്യൂട്രീഷ്യസ് സ്മൂത്തി റെഡി.